Hey guys, what's up? I'm Ritus and you're watching My Entertainment Reality Reels of Ritus. Just sit back and enjoy. സൗമിസ്റ്ററെ ഒന്നും വന്ന ഒരു കാര്യം ചോദിക്കാൻ. എന്താ ഇന്ന് ഹെഡ് സിസ്റ്ററിന്റെ മൂഡ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അയ്യോ, അപ്പുറത്തെ പാടി നേരിട്ട് മേടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് അവരെ ഇട്ട് പൊരിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കൊടുക്കല്ലോ, ലോറിന്റെ അടി പോയത് അവളെ അവസ്ഥയായിരിക്കും. ദൈവം, എന്നെ വിളിക്കാല്ലേ, ഞാൻ മുക്കോട്ടെ. കർത്താവേ. ഞങ്ങളുടെ പാടി ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളുടെ പാടാണ് ഈ പ്രശ്നം മുഴുവനും. ഇന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞ് മേടിച്ച സാധനം ഇന്ന് കൊണ്ടുതരണം. അത് മറ്റന്നാൾ അത് കഴിഞ്ഞാൽ 10-ാം തീയതി ഒന്നും കൂടെ വന്നിട്ട് കാര്യമില്ല. നമ്മുടെ വാർഡിലുള്ള പ്രോബാണെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തോടെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല. ഇവിടുന്ന് ഒരു സാധനം ഇനി നമ്മുടെ മറ്റേ മെഡിസിൻ വാർഡുകാർക്ക് കൊടുക്കണം കേട്ടോ. ഞാനൊരു കാര്യം ലീവില്ല, പറ്റില്ല. ഓഫ് വരാൻ വേറെ ഒന്നുമില്ല. ഓഫല്ല സിസ്റ്റർ, വേറെ ഓഫ് അല്ലെങ്കിൽ ഡേ നൈറ്റും അങ്ങോട്ട് മാറ്റാം. റോട്ട തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും അല്ല, അതല്ല സിസ്റ്റർ. 15 ദിവസത്തെ കല്യാണത്തിനുള്ള അതേ കൂടുതൽ. അത് തന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതല്ലെന്നേ പറയാൻ വന്നേ. എനിക്ക് റെസിഗ്നേഷൻ വെക്കേണ്ടി വരും. എന്റെ ദൈവമേ, എല്ലാരും കൂടി റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ല എങ്ങോട്ടാ? UK, അയർലൻഡോ? അല്ല സിസ്റ്റർ, എനിക്ക് ഓസ്ട്രേലിയക്കുള്ള. ഓസ്ട്രേലിയക്കോ? താൻ GNM നേഴ്സ് അല്ലേ? ഓസ്ട്രേലിയ GNM നേഴ്സുമാർ ഇടിക്കുന്നുള്ള എനിക്കറിയാം കേട്ടോ. അല്ല സിസ്റ്റർ, അത് ഞാൻ പറയട്ടെ. ഞാൻ ഈ GCAN ഒരു കോഴ്സ് ചെയ്തിരുന്നു 6 months. താൻ ഇവിടെ ഇല്ലായിരുന്നു 6 months? എവിടെയും പോയതായിട്ട് എന്റെ അറിവിലില്ലല്ലോ. അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്താൽ മതി. അപ്പൊ ആ കോഴ്സ് ചെയ്തപ്പോ എന്റെ AQF ലെവൽ 8 ആയി. ഏത് ഭാഷയിൽ സംസാരിക്കുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ അതെല്ലാം ഉള്ള ഒരു ലിങ്ക് സ്ഥിതിക്ക് അയച്ചിട്ട് സ്ഥിതിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലിങ്ക് റെഫർ ചെയ്താൽ മതി. ലിങ്കിൽ എന്നാ ഉള്ള വീഡിയോയോ? അത് ഈ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യം കുറച്ചുകൂടി നന്നായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ മനസ്സിലാവും. GNM-മാരാണെങ്കിലും ഓസ്ട്രേലിയ പോണതൊന്നും കുഴപ്പമില്ല നമുക്ക്. അങ്ങനെ ഞാൻ പറയാൻ സത്യമാ. കഴിഞ്ഞ് താൻ പോവാൻ നിൽക്കുക. ഇപ്പോഴാ മുണിയുന്നത് അല്ലേ? അത് വിസ വരാത്തതിന് മുമ്പ് സിസ്റ്റർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് പോവാ, അതിന് തലേന്ന് പറയാം. അങ്ങനെ അതല്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. വിസ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഒരുപാട് നന്ദിയുണ്ട് കരുണ കാണിച്ചില്ല കേട്ടോ. എന്തായാലും ഇന്നത് ഡ്യൂട്ടി കണ്ടല്ലോ, ഇഞ്ചക്ഷൻസ് കഴിഞ്ഞിട്ടല്ലോ. റെസിഗ്നേഷൻ നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല, എന്നെ നോക്കാം കേട്ടോ. പോയി ഇഞ്ചക്ഷൻസ് തീർക്കാൻ നോക്ക്. പെട്ടെ വണ്ടി വിട്ടോ. മറ്റേ ലിങ്ക്, മറ്റേ വീഡിയോയുടെ ലിങ്ക് അയച്ചിട്ട് പോകാം. അത് ഞാൻ അയച്ചിട്ടുണ്ട്. ഓ, അയച്ചല്ലേ? അബ്രോഡ് പോകാൻ ആഗ്രഹമുള്ള നേഴ്സുമാരിൽ ഒരാളാണോ നിങ്ങൾ? അതെ. തണുപ്പുള്ള രാജ്യമൊന്നും എനിക്ക് പറ്റില്ല. ഇനി വല്ല ഓസ്ട്രേലിയക്ക് പോകുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ GNM അല്ലേ, ഞാൻ എങ്ങനെ പോവും? ഇങ്ങനെ ചിന്തിക്കുന്നവരിൽ ഒരാളാണോ നിങ്ങൾ? തീർച്ചയായിട്ടും. ഹലോ, എന്റെ പേര് റിതൂസ്. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. നമ്മൾ നേഴ്സുമാരെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ് അങ്ങനെ നമ്മുടെ ഈ ചാനൽ ചെയ്യാറില്ല. ബട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നതിന് കാരണം ഇത് വളരെ ഒരു എക്സൈറ്റിംഗ് ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി അറിയാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ തന്നെ ഇതിന് റീസെന്റ് ആണ് അറിഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി ഇത് ഒത്തിരി പേര് അറിയണം. ലൈക്ക് നമ്മുടെ നാട്ടിലും GCS കൺട്രീസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് നേഴ്സസ് ഉണ്ട്. വേറെ കൺട്രീസിലോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഒരു ബെറ്റർ സാലറി പാക്കേജ് ആഗ്രഹിക്കുന്നവര്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ എന്നോട് ഇമെയിൽസ് ആയിട്ടും ഇൻബോക്സിലും ഒക്കെ ഒത്തിരി പേര് സംശയങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എസ്പെഷ്യലി ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ GNM നഴ്സസിനാണ്. കൂടെ BSc നഴ്സസിനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, AQF എന്ന് പറയും. ആ ഫ്രെയിംവർക്കിൽ ഈ നഴ്സസ് എവിടെയാണ്, ഈ അവരുടെ ലെവൽ എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കൺട്രിയിലോട്ട്. അപ്പൊ നമ്മുടെ BSc നഴ്സസ് AQF ലെവൽ 7 ആണ്. ബട്ട് GNM നഴ്സസ് AQF ലെവൽ 6 ആണ്. അപ്പൊ ലെവൽ 6-ൽ നിന്ന് ലെവൽ 8-ലോട്ട് വളരെ ഈസി ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വേറൊന്നുമല്ല, GCAN എന്ന് പറയുന്ന ഒരു 6 months ഈസി കോഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന IHM ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോളേജിലാണ്. അപ്പൊ ഇത് ഓസ്ട്രേലിയൻ ബേസ്ഡ് കോളേജ് ആണ്. അസൈൻമെന്റ്സ് ആൻഡ് MCQയിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു കോഴ്സാണ്. മോർ ഓവർ, നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞ GNM നഴ്സസിന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിയിലോട്ട് നേരിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറൊരു ഇംഗ്ലീഷ് കൺട്രി പോയി അവിടുന്ന് പ്രോസസ്സിങ് ചെയ്ത് അങ്ങനെ അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സിങ് ചെയ്യാതെ 6 months ഈ കോഴ്സ് പാസ്സായി നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഇൻ എ ഇയർ ചിലപ്പോൾ നിങ്ങൾ ഹു നോസ് നിങ്ങൾ ഓൾറെഡി ഓസ്ട്രേലിയയിലെത്തും.
സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞ പോലെ ഇത്ര നാൾ എങ്ങനെയാണ് GNM നഴ്സസ് ഓസ്ട്രേലിയക്ക് പോയിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് അവർക്ക് പോകാനൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ അവർ GCC കൺട്രീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അവർക്ക് ഡയറക്റ്റ് പോകുന്നൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ AQF ലെവൽ ഹിറ്റ് ചെയ്യാതെ അവർക്ക് പോകാൻ പറ്റില്ല. അവര് 6 നിൽക്കുന്നത്. അതൊരു 7 ആവാതെ അവർക്ക് പോകാൻ പറ്റില്ല. UK, അയർലൻഡ് പോലുള്ള കൺട്രീസിന്റെ നഴ്സിംഗ് കൗൺസിൽ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് അവർ അവിടെ പോയി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് അവർ മൂവ് ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് അവർ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് TTMR വെച്ച് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ വേണ്ടി നോക്കും. അത്രയും ലോങ് പ്രോസസ്സാണ്. ഈ തണുപ്പ് പറ്റില്ല അല്ലെങ്കിൽ ഈ കൺട്രീസിലോട്ട് പോകാൻ ആഗ്രഹമില്ല എന്നുള്ളവര് ഓസ്ട്രേലിയയിലോട്ട് എത്തണം എന്നുള്ള ഒരൊറ്റ എയിം കൊണ്ട് ഇത്രയും ലോങ് പ്രോസസ്സ് ചെയ്ത് വേണം അവിടെ എത്താൻ. അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തവർക്ക് അവർക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് പോവാൻ പറ്റാതെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നവർക്കാണ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ്ഡ് നഴ്സിംഗ് എന്ന് പറയുന്ന 6 months കോഴ്സാണ് ഈ IHM ഓസ്ട്രേലിയ ഇപ്പോൾ ആൾക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ കോഴ്സിനെ പറ്റി, ഈ കോഴ്സ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കേൾക്കാം. ഞാൻ ഈ പറഞ്ഞല്ലോ, AQF ലെവൽ 6 നിൽക്കുന്ന ഡിപ്ലോമ നഴ്സസ് GCAN കോഴ്സ് ചെയ്യുന്നതിലൂടെ ലെവൽ 6 നിന്ന് ലെവൽ 8 വരുന്നത്. BSc നഴ്സസ് സ്ട്രേറ്റ് അവേ ലെവൽ 7 തന്നെ ഉണ്ട്. അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്രോസസ്സിംഗ്. അവരെയും ക്രോസ് ചെയ്ത് ലെവൽ 8 GNM നഴ്സസ് GCAN ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സ് 12 സ്പെഷ്യാലിറ്റീസിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 months ഓൺലൈൻ കോഴ്സാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ജോലിയില്ലാത്ത ദിവസങ്ങളിൽ നോക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് സെഷൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 24/7 സ്റ്റുഡൻറ് സപ്പോർട്ട് ടീം ഉണ്ട് IHMന്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 6 months കോഴ്സ് പാസ്സാവാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇനി ഒരു 6 months കോഴ്സ് ഇതിന് പരീക്ഷ എഴുതി ഈ പ്രായത്തിൽ അതൊന്നും നടക്കില്ല, 2 പിള്ളേരൊക്കെ ആയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് കോഴ്സ് അല്ല. 9 അസൈൻമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. 3 സെക്ഷനായിട്ട് തിരിച്ചിട്ട് 3 into 3 9 അസൈൻമെന്റ്സ് ആണ് വരുന്നത്. പിന്നെ 2 MCQ ടെസ്റ്റേഴ്സ് ആണ് വരുന്നത്. അല്ലാതെ ആസ് വലിയ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതുന്ന വലിയ എക്സാമിനേഷൻസ് ഒന്നും അല്ല ഇതിൽ വരാൻ പോകുന്നത്. അപ്പൊ അത്രയും ഈസി ആയിട്ടാണ് ഈ ഒരു കരിക്കുലം അവർ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതിന് 12 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ വർക്ക് എക്സ്പീരിയൻസ് ഏത് സ്പെഷ്യാലിറ്റിയിലാണോ അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ല അത് റിലേറ്റബിൾ ആവുന്ന സ്പെഷ്യാലിറ്റി നോക്കി നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്തിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റും. അതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ചെയ്യുമ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒത്തിരി ഇൻസൈറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ടോപ്പിക്കിലുണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ സ്റ്റഡിയിലോട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. ഈ 12 സ്പെഷ്യാലിറ്റീസ് അല്ലാതെ 13 കൂടി ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ 12 സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, അക്യൂട്ട് കെയർ നഴ്സിംഗ്, നിയോനേറ്റൽ നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ്, എമർജൻസി നഴ്സിംഗ്, പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്, ഡയബറ്റിക് കെയർ നഴ്സിംഗ്, റീനൽ കെയർ നഴ്സിംഗ്, ജെറിയാട്രിക് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, പാലിയേറ്റീവ് കെയർ നഴ്സിംഗ് ആൻഡ് ഓർത്തോപീഡിക് നഴ്സിംഗ്. 13 കൂടി ഉണ്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ്. അപ്പൊ ഈ 12 സ്പെഷ്യാലിറ്റീസ് GNM ഡിപ്ലോമ നഴ്സസ് എടുത്തു കഴിഞ്ഞാൽ അവർ GCAN കോഴ്സ് 6 months ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ലെവൽ 8 ആയതിനു ശേഷം കൂടുതൽ ഒരു നല്ല സാലറി പാക്കേജ് ചോദിക്കാൻ പറ്റും, ഒരു കുറച്ചുകൂടെ ഹയർ ഡെസിഗ്നേഷൻ ചോദിക്കാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ കൂടെ വരുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇനി 13th one ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് BSc നഴ്സസിന് എടുക്കാൻ പറ്റും. അവർ ഒരു കരിയർ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവരും ലെവൽ 7 നിന്ന് ലെവൽ 8 പോകും. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള നിങ്ങളുടെ കരിയറിലെ കൂടുതൽ നല്ല നല്ല ഒരു സാലറി പാക്കേജോ അല്ലെങ്കിൽ നല്ല ഒരു വർക്ക് പ്രോഗ്രസ്, കരിയർ പ്രോഗ്രസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ 13 കോഴ്സസ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇനി ഇതിനൊരു കോഴ്സ് ഫീ വരുന്നുണ്ട്. നമ്മുടെ ഈ 12 സ്പെഷ്യാലിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ അവർ പേ ചെയ്യേണ്ടത് ഒരു $8,000 ആണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മൊത്തം പേ ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് പേ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് ഒരു റെഡിയാക്കിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് മുഴുവനും പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10% ഓഫ് ഫീസിൽ നിന്ന് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ANP എടുക്കുന്ന ആൾക്കാർക്ക്, ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ് എടുക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ 10% ഓഫ് ഉണ്ട്. ബട്ട് അവരുടെ ഫീസ് $12,000 ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കും സ്പ്ലിറ്റ് ചെയ്ത് പേ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എന്താ പറയണ്ടേ, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കീമാണ് IHM റെഡിയാക്കിയിരിക്കുന്നത്. ANP ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ഉണ്ട്. IHM അതിനകത്ത് OSCE കരിക്കുലം ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ NCLEX പ്രിപ്പറേഷൻസും ഈ കോഴ്സിനോടൊപ്പം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ലാസ്റ്റ് 10 years ആയിട്ട് ഈ കോഴ്സ്
അവർ ചെയ്യുന്നുണ്ട്. എല്ലാ 2 monthsലും അവരൊരു ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇൻ എ ഇയർ ദേ ഹാവ് 6 batches. അപ്പൊ അത്രയും ആൾക്കാർ ഈ കോഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയയിലുള്ളവർക്ക് IHM പറ്റി അറിയാം, ഈ കോഴ്സിനെ പറ്റി അറിയായിരിക്കും. ബട്ട് എന്നെ പോലെ വേറെ കൺട്രീസിലിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പൊ ഇത് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് ഈ കോഴ്സ് ചെയ്യാം, നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഫീസ് മുഴുവൻ ഒരുമിച്ച് ചെയ്യണ്ട. 24 hour സ്റ്റുഡൻറ് സപ്പോർട്ട് ടീമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. എക്സാം ആസ് സച്ച് വലിയൊരു എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് തലപൊകഞ്ഞ് എക്സാം എഴുതേണ്ട കാര്യമില്ല. സോ ഇൻ കമ്മിങ് 5 years അറൌണ്ട് 3000+ നഴ്സസ് വേക്കൻസീസ് ആണ് ഓസ്ട്രേലിയയിൽ ഓപ്പൺ ആവാൻ പോകുന്നതെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഓപ്പൺ ആവുന്ന നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റ് പോലെയൊക്കെ തന്നെ അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ ഒരു വാർമർ ക്ലൈമറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ വിതിൻ 6 months നിങ്ങൾക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്വേ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത GCAN ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് എന്ന് പറഞ്ഞ 6 months കോഴ്സ് ഓഫർ ചെയ്യുന്നത്. വീക്കിൽ 3 classes ആണുള്ളത്. അതിലും 2.5 hours ആണ് ഈ സെഷൻസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് ടൈം ക്രോസ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പേടിക്കേണ്ട. റെക്കോർഡ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വന്നിരുന്ന് കേൾക്കാം, നോട്ട്സ് എഴുതാം, പഠിക്കാം. പിന്നെ എന്നെ പോലെ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അത് കൃത്യമായിട്ടിരുന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം, ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവാം. IHMന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ അവരോട് തന്നെ ഒരു മീഡിയേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവരോട് തന്നെ സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലോ 12 specialties plus 13th one ഒരു ഹൈബ്രിഡ് കോഴ്സാണ്. നിങ്ങൾക്ക് അത് ഓൺലൈൻ ചെയ്യാം. എയ്തർ ഓൺലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് IHMന്റെ കോളേജിൽ പോയി ചെയ്യാം. ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. അതൊരു ഹൈബ്രിഡ് കോഴ്സാണ്. ഈ GCAN കോഴ്സ് ചെയ്യണമെങ്കിൽ എന്താണ് എലിജിബിലിറ്റി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ BSc കഴിഞ്ഞ ആൾക്കാർക്ക് GCAN ചെയ്യാൻ താല്പര്യമുള്ളവര് ഞാൻ പറഞ്ഞ പോലെ എയ്തർ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോളേജിൽ അറ്റൻഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം. അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. പക്ഷെ GNM കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ 3 years എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ GNM ആണെങ്കിലും BSc ആണെങ്കിലും ഒരു വാലിഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ നിങ്ങളുടെ കൺട്രിയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു ഇംഗ്ലീഷ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5 years ഇംഗ്ലീഷ് മോഡ് ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ കോഴ്സ് ചെയ്തു എന്നൊരു പ്രൂഫ് കാണിച്ചാൽ മതി. ഇതൊരു ഡിക്ലറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 years ഡിപ്ലോമ ചെയ്തതും +1 +2 2 year അങ്ങനെ ഒരു 5 years കാണിച്ചാൽ മതി. അപ്പൊ അത് ചെയ്തത് ഇംഗ്ലീഷിലാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് GCAN എന്ന് പറയുന്ന കോഴ്സ് എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതൊക്കെ എല്ലാവർക്കും തന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഈ ഒരു 5 years നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ GNM കഴിഞ്ഞിട്ട് 3 years ഒരു വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാനുണ്ട്. കാരണം ആ എക്സ്പീരിയൻസിലെ സ്പെഷ്യാലിറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ 12 സ്പെഷ്യാലിറ്റീസിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നതും അതനുസരിച്ചുള്ള കോഴ്സ് ചെയ്യാൻ പോകുന്നതും. ഓക്കെ, അപ്പം GCAN എന്ന് പറയുന്ന കോഴ്സിന് ശേഷം നിങ്ങൾ പിന്നെ AQF ലെവൽ 8 ആണ്. BSc നഴ്സസ് ചെയ്തില്ലെങ്കിൽ level 7 ആണ്. ബട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ level 8 പോവാണ്. GNM നഴ്സസ് ഫ്രം level 6 ഡയറക്ട്ലി level 8 പോവാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ആഫ്റ്റർ ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒത്തിരി പേർക്ക് ഇതിന് ഇനി കേട്ടപ്പം ഒത്തിരി എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഒത്തിരി ഡൗട്ട്സ് ഇപ്പോൾ വരും. നിങ്ങൾക്ക് ഡയറക്റ്റ് IHMനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ലിങ്കാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്ഷൽ GCAN ചെയ്യുന്നത് നമ്മുടെ ഒരു കരിയറിലെ തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും. കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഈവൻ BSc ആണെങ്കിലും GNM ആണെങ്കിലും അവർക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൈ കിട്ടാൻ പോകുന്നത് GCAN കോഴ്സിന് ശേഷം. നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ബെറ്റർ സാലറി പാക്കേജ്, ബെറ്റർ ഡെസിഗ്നേഷൻ, ഇതൊന്നും പോരാതെ ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റ്സിലും PG അലവൻസസ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ഈവൻ സാലറി അല്ലാതെ ബേസിക് സാലറിയുടെ കൂടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് PG അലവൻസ് എക്സ്ട്രാ കിട്ടുന്ന സ്റ്റേറ്റ്സ് വരെ ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കോഴ്സാണ് ഈ GCAN ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നഴ്സിംഗ് അപ്ഡേറ്റുമായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്ത് ഒത്തിരി പേർക്ക് ഉപയോഗപ്പെട്ട് കാണും എന്നുള്ളൊരു സന്തോഷത്തിൽ, എന്നൊരു വിചാരത്തിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ബൈ. ഷെടാ, നമ്മളിത് അറിഞ്ഞില്ലല്ലോ. എന്നാ ഇനിയിപ്പോൾ ആരോടും പറയണ്ട, ഞാനും ചെയ്തേക്കാം.